ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് PSC ബുള്ളറ്റിൻ്റെ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയർ നോക്കാം. ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ വീഡിയോ നോക്കാം. ഒന്നാമത്തെ, ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം നടൻ ഇന്ദ്രൻസിനും. അടുത്ത, മാർ ഗ്രിഗോറിയസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന്. അടുത്ത അവാർഡ് MK സാനു ഗുരുപ്രസാദ് പുരസ്കാരം NS മാധവനും. അടുത്ത വീണ്ടും ഒരു പുരസ്കാരമാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അക്ഷരമുദ്ര പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. അടുത്തത് ചെണ്ട കലാകാരന്മാരായ കൂറൂർ വാസുദേവൻ നമ്പൂതിരി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറ്, മദ്ദളം കലാകാരൻ കലാമണ്ഡലം ശങ്കരവാദ്യാർ, കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം PN ഗിരിജാദേവി എന്നിവർ സംസ്ഥാന സർക്കാരിന്റെ 2023 കലാപുരസ്കാരങ്ങൾക്ക് അർഹരായി. അടുത്തത്, ISRO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. അടുത്ത, മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് അസം. രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാമതെത്തി മധ്യപ്രദേശിലെ ഇൻഡോർ. മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിന്റെ പേര് ഈശ്വരപൂർ എന്ന് മാറ്റി. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിൽ നിലവിൽ വരുന്നു. അടുത്തത്, ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിക്ക്. ഫൈനലിൽ ഫ്രഞ്ച് ടീമായ PSG-യെ 3-0 കീഴടക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാമത്. വിൻഡീസ് ഓൾറൗണ്ടർ ആന്ദ്രെ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫിഡെയുടെ 2025 ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ വെച്ച് നടക്കും. അടുത്തത്, ആഴക്കടൽ ഡ്രൈവിംഗിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ചരക്തവുമുള്ള പട്കായ് പച്ചമരത്തവളയെ കണ്ടെത്തി. അടുത്തത്, കർണാടകയിലെ ശിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായ സിഗന്ദൂർ പാലം നീളം 2.44 കിലോമീറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അടുത്തത്, ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ. ജോർജിയയിലെ ബാത്തുമയിൽ നടന്ന മത്സരത്തിന്റെ ഫൈനൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ കീഴടക്കി. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്.